നിതിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷെ എന്താണ് തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിച്ചിരിക്കുന്നു. CPM-ന്റെ സംസ്ഥാന സമിതി അംഗം എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്ന കടിച്ചാ പൊട്ടാത്ത വാക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഈശ്വരനില്ല, ദൈവമില്ല, ശബരിമലയ്ക്ക് പോകാൻ പാടില്ല, മാല ഇടാൻ പാടില്ല, ഇതൊക്കെയാണ്. അത് പ്രത്യേകിച്ച് എന്താണ് ഇത്തരം നിരീശ്വരവാദ സിദ്ധാന്തത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആവശ്യത്തിന് എല്ലാവരുടെ അടുത്ത് പോവുകയും ചെയ്യും. എന്നായാലും ഗോവിന്ദ മാഷ് ഇപ്പൊ കണ്ണൂരിലെ പ്രഗത്ഭനായ ജ്യോതിഷന്റെ കാൽക്കൽ പോയി വീണിരിക്കുന്നു എന്ന ഒരു വലിയ വിമർശനം വീണിട്ടുണ്ട്. മാത്രമല്ല പാർട്ടിയിലെ പല നേതാക്കന്മാർക്കും ഈ പരിപാടി തലയിൽ മുണ്ടിട്ട് പണ്ട് കുമാരപിള്ള സാറ് താത്വികാചാര്യൻ പറഞ്ഞ പോലെ ചില പരിപാടികൾ ഉണ്ട് എന്നാണ് ശക്തമായ വിമർശനം വന്നത്. അതിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? നല്ല സത്യമാണ്. സന്ദേശ സിനിമ ഇതൊക്കെ കണ്ടിട്ടാണ് ഇറക്കിയത്. ഇപ്പം ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. ആ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നു. ആ യോഗത്തിൽ ഗോവിന്ദ മാഷ് എടുത്ത് അലക്കിയതാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് മറുപടി ഇല്ലാന്ന്. അതായത് ഈ പയ്യന്നൂരിലെ ഒരു പ്രമുഖ ജോത്സ്യന്റെ അടുത്ത് പോവുക. ഇയാൾ ജോത്സ്യന്റെ അടുത്ത് സാധാരണ പോകുന്ന എന്തിനാ? നമ്മളെ കഷ്ടകാലം മാറുമെന്ന് അറിയാനാ, അല്ലെങ്കിൽ എന്തൊക്കെയാന്ന് എനിക്ക് ആരൊക്കെയാ പണി തന്നതെന്ന് അറിയേണ്ടിട്ട്. ഗോവിന്ദ മാഷ് എന്തിനാ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. മാഷ് തളിപ്പറമ്പ് MLA ആണ്, CPM പോലത്തെ ഒരു കേഡർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പൊ എന്തായാലും കഷ്ടകാലം ഉണ്ടോ നോക്കാനായിരിക്കില്ല, എനിക്ക് പണി തരുന്ന ആരാന്ന് അറിയേണ്ടിട്ടായിരിക്കും പുള്ളി പോയത്. സാധ്യത അതിനാണ് കാണുന്നത്. എന്തായാലും ഗോവിന്ദ മാഷ് പോയത് നേരത്തെ ഇത് കൊടിയേരി ബാലകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വിവാദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടിയ ഒരു ഏലസ്, അന്ന് മാധ്യമ പ്രവർത്തകരാണ് അത് വലിയ വിവാദമാക്കിയത്. കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ വാർത്താ സമ്മേളനത്തിനിടെ ഈ ക്യാമറാമാൻ ഇത് പകർത്തി വലിയ വാർത്തയാക്കി മാറ്റി. പക്ഷേ ഇത് സ്വന്തം പാർട്ടിയിലെ ആളുകൾ ഇപ്പോൾ ഗോവിന്ദ മാഷി എടുത്തിട്ട് അലക്കാന്ന് പറയുമ്പോൾ വലിയൊരു CPM-ന് അകത്ത് ഉണ്ടായിട്ടുള്ള ഒരു അപജയത്തിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം നേരത്തെ EMS-ഉം AKG-യും നയനാരെ പോലെ സഖാവ് VS-നെ പോലുള്ള നേതാക്കന്മാർ നയിച്ച പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ എല്ലാം വിട്ടിറങ്ങി വിശ്വാസമില്ല എന്നൊക്കെ പുറത്ത് പറയുമ്പോഴും ശബരിമലയിൽ പോകരുത്, അല്ലെങ്കിൽ മറ്റമ്പലത്തിൽ പോകരുത്, മൈക്ക് കെട്ടി നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന ആളുകൾ തലയിൽ മുണ്ടിട്ട് ജോത്സ്യന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ ആ പാർട്ടി ഏത് രൂപത്തിലേക്ക് എത്തി? അതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ഘടകമാണ് കേരള ഘടകം. ആ കേരള ഘടകത്തെ നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു ജോത്സ്യന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ വലിയ വിഷയം തന്നെയാണത്. പാർട്ടി അണികളോട് ഒരു കാര്യം പറയുക, നേതാക്കന്മാർ മറ്റൊരു തരത്തിൽ പോവുക. നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് വലിയ വിമർശനമുണ്ട്. നേരത്തെ പഴയകാല നേതാക്കന്മാരെ പോലെയല്ല ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റിയാണ് ഏറ്റവും ചുരുങ്ങിയൊരു വണ്ടി ഉപയോഗിക്കുന്ന നേതാക്കന്മാരെന്ന. ആ എത്തരത്തിൽ ഇന്നോവ കാറുകളിൽ യാത്ര ചെയ്യുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് പാർട്ടിക്ക് വേണ്ടി ഒരു കാലത്ത് കയ്യൂരിലെയും കരിവള്ളൂരിലെയും ഒക്കെ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പോലീസ് മർദ്ദനവും രാഷ്ട്രീയ എതിരാളികളുടെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഒരുപാട് രക്തസാക്ഷികളിൽ നിന്ന് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഇന്ന് അതെല്ലാം മറന്ന് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടി എവിടെയാണ് ചെന്ന് എത്തിയിരിക്കുന്നത് വലിയ ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുകയാണ്. CPM-നെ സ്നേഹിക്കുന്ന ആളുകൾ ആ ചോദ്യം ഉന്നയിക്കുകയാണ്. ആ ചോദ്യം ഉന്നയിക്കുന്ന ആളുകളോട് എന്തും മറുപടി അവർ പറയാം. എന്തിനായിരിക്കും ആ പയ്യന്നൂരിലെ ആ ജോത്സ്യൻ്റെ അടുത്ത്, പ്രശസ്തമായ ജോത്സ്യൻ്റെ അടുത്ത് ഗോവിന്ദ മാഷ് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ ഏതൊരു പരിപാടിക്ക് ക്ഷണിക്കാനോ അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗോവിന്ദ മാഷ്ക്ക് ആരാ പണി തന്നെന്ന് അറിയേണ്ടിയിട്ടായിരിക്കും. എന്തായാലും മാഷെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ കഷ്ടകാലം ഒന്നും ഇപ്പോൾ സാധ്യത കാണുന്നില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാഷല്ലേ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഷിക്ക് മത്സരിക്കാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആഗ്രഹമില്ലാത്ത നേതാക്കന്മാർ ഒരു കാലത്ത് പാർട്ടിനെ നയിച്ചത്. പാർട്ടിക്ക് സീറ്റല്ല പാർട്ടിയില്ല, അല്ലെങ്കിൽ ഒരു MLA സ്ഥാനമോ മന്ത്രിസ്ഥാനമോ അല്ല, പാർട്ടിയെ നയിക്കുക എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഒരു കാലത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായാലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായാലും അവരൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അധികാരത്തിന് വേണ്ടി ഒരു വലിയ തലമുറ അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് ശേഷം കടന്നു വന്ന ആളുകൾ അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അധികാരത്തിന് വേണ്ടി ഏത് തരത്തിൽ പോകും, ഏത് തരത്തിൽ ഞങ്ങൾ പോകും. അതിലിപ്പോൾ ശത്രു പണിത നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ജോത്സ്യന്മാരെടുത്ത് പോകുന്ന കഥ നാട്ടുപാട്ടാണ്. എല്ലാ നേതാക്കന്മാർ നമുക്കറിയാം. ഇതിനു മുമ്പേ CPM-കാർ തന്നെ വിമർശിക്കായിരുന്നു, മുഹൂർത്തം നോക്കിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ വരിക. പക്ഷെ ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നേരിട്ട് ഒരു ജോത്സ്യന്റെ അടുത്ത് പോകുമ്പോൾ പാർട്ടി അണികളോട് CPM നേതാക്കന്മാർ ഇനി എന്ത് മറുപടി പറയുന്നതാണ് ഞാൻ നോക്കിക്കാണുന്നത്. അല്ല, ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാക്കന്മാരോ BJP നേതാക്കന്മാരോ മുഹൂർത്തം നോക്കുന്നതോ ജ്യോതിഷന്റെ അടുത്ത് പോകുന്നതോ ക്ഷേത്രത്തിൽ പോകുന്നതോ ഒന്നും നമ്മൾക്ക് വിമർശിക്കാൻ ഒരു തരത്തിലും പറ്റില്ല. കാരണം അവരൊക്കെ വിശ്വാസത്തെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ CPM എന്ന് പറയുന്ന പാർട്ടി എന്താണ് ഈ പറയുന്നത് പോലെ ഭൗതികവാദമാണ് ബേസിക്. അവർക്ക് ശാസ്ത്രം എന്നൊക്കെ പറയും, ഭൗതികവാദമാണ്. അതായത് കാൾമാക്സ് ആണ് ദൈവം ഉണ്ടെങ്കിൽ അവരുടെ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ പാർട്ടി ഒരു കൃത്യമാണ്. നേരത്തെ പറഞ്ഞ സന്ദേശം സിനിമയിൽ കുമാരപിള്ള സാറിനോട് ഈ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ പറയുക, തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോവുക. അത് താനെങ്ങനെ അറിഞ്ഞു വെച്ച് സാറ് പോകുന്ന അമ്പലത്തിൽ ഞാൻ വരാറുണ്ട്. അതുപോലെയാണ് ഇപ്പൊ CPM-ന്റെ പല നേതാക്കന്മാരും. കാരണം സ്വരാജിനുമായി ബന്ധപ്പെട്ട് ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്വരാജിന്റെ തലക്കുറിയുമായി കേരളത്തിലെ ഒരു പ്രമുഖ ജ്യോതിഷന്റെ അടുത്ത് ഒരു പ്രമുഖ നേതാവ് പോയി എന്നാണ് പറയുന്നത്.
ഇത് ഈ തലക്കുറി കണ്ട പ്രമുഖ ഈ ജോത്സൻ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല, പൊട്ടും എന്ന് പറഞ്ഞപ്പോൾ പൊട്ടുമെന്ന് ഉറപ്പിച്ച് നേതാവ് വന്നു. അത് പൊട്ടുമെന്ന് നേതാവ് ഉറപ്പിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? വടകരയിൽ കെ ശൈലജ ടീച്ചർ മത്സരത്തിന് വന്നപ്പോൾ ആദ്യം ഷാഫി പറമ്പിൽ വന്നില്ല. ആ സമയത്ത് കെ ശൈലജ ടീച്ചർ വിജയിക്കും എന്ന് ഉറപ്പിച്ച് എല്ലാവരും പറയുന്ന സമയത്ത് ശൈലജ ടീച്ചറുടെ ജാതകവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷന്റെ അടുത്ത് പോയപ്പോൾ ജ്യോതിഷൻ പറഞ്ഞു ഇത് പണിയാണ്, ഇത് പൊട്ടും. എങ്ങനെ പൊട്ടും? കാരണം കെ മുരളീധരനാണെങ്കിൽ എന്തായാലും ശൈലജ ടീച്ചർ ജയിക്കും എന്നുള്ള അവസ്ഥയാണ്. ഷാഫി പറമ്പിലിനെ ആരും മനസ്സിൽ പോലും കരുതിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഷാഫി വരുന്നു, ശൈലജ ടീച്ചർ പൊട്ടുന്നു. അതോടുകൂടി പാർട്ടിയിലെ പല ആളുകൾക്കും ജ്യോതിഷനെ വലിയ വിശ്വാസമായി എന്നാണ് പറയുന്നത്. ആ പ്രമുഖ ജ്യോതിഷന്റെ അടുത്താണ് മാഷം പോയത്. അതെ, ആ പ്രമുഖ ജ്യോതിഷന്റെ അടുത്താണ് ആര് പോയത്? ഈ പറയുന്ന ഗോവിന്ദ മാഷും പോയത്. പിന്നെ കണ്ണൂരിലെ സഖാക്കൾക്കിടയിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. കണ്ണൂരിലെ സഖാക്കൾക്ക് ഇദ്ദേഹത്തിന്റെ പവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർ പല കാര്യങ്ങൾ പരിഹരിക്കാനും ഒക്കെ പോകുന്നത് എവിടെയാണ്? ഈ ജോത്സ്യന്റെ അടുത്താണ്. പിന്നെ ഗോവിന്ദ മാഷ കുറ്റം പറഞ്ഞ കാര്യം, അങ്ങേർക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി പ്രശ്നങ്ങളോ ഈ പിണറായി വിജയൻ എങ്ങനെ ഉരുട്ടിത്തായിടാമെന്നുള്ള കാര്യങ്ങളോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പോകണമെങ്കിൽ ഇങ്ങനെ ഒരാളെടുത്ത് മാത്രമേ പോയിക്കൊള്ളൂ. പക്ഷെ ഇത് ഏതോ ബിരുദൻ ഫോട്ടോ എടുത്ത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തു. അവിടെയാണ് ഗോവിന്ദ മാഷ്ട പണി വാളിപ്പോയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സഖാക്കൾക്ക് അത്ര നല്ല കാലമല്ല എല്ലാം കൊണ്ടൊന്നല്ലേ. തീർച്ചയായിട്ടും സഖാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കാലമല്ല നമുക്ക് ഒരു തവണയല്ല 10 തവണ അടുപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഗോവിന്ദൻ മാഷ് കടന്നു വരുമ്പോൾ വലിയ വിമർശനം ഉണ്ടായിരുന്നു. കാരണം ഗോവിന്ദൻ മാഷേക്കാൾ കഴിവും പ്രാഗൽഭ്യമുള്ള നേതാക്കന്മാരെ ഒതുക്കിയിട്ടാണ് മാഷ കൊണ്ടുവരുന്നത് എന്നൊരു ആരോപണം. അതായത് കണ്ണൂർ ലോബിയുടെ കയ്യിൽ പിണറായി വിജയന്റെ കയ്യിലേക്ക് തന്നെ പാർട്ടി എത്തണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗോവിന്ദൻ മാഷെ സംസ്ഥാന സെക്രട്ടറിയായി കൊണ്ടുവരുന്ന ആരോപണം നേരത്തെ മാധ്യമങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ CPM-ന്റെ ഒരു സ്റ്റൈലി അനുസരിച്ച് നേതാക്കന്മാരും മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പരസ്യമായ പ്രതികരണം നടത്താറില്ല. പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ ചർച്ച വരും. പക്ഷേ ഇത്രത്തോളം ഒരു സംസ്ഥാന സെക്രട്ടറിയും ഇത്തരത്തിലൊരു വിഷയങ്ങൾ കുടുങ്ങിയിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയത്തിൽ കൃത്യമായി കോടിയേരി മറുപടി കൊടുത്തിട്ടുണ്ട്. തന്റെ കയ്യിൽ എന്താണെന്ന്, അത് ഏലസാണെന്ന് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും തന്റെ കയ്യിൽ തനിക്ക് അസുഖത്തിനുമായി ബന്ധപ്പെട്ട അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗോവിന്ദ മാഷ് ഇതിനും മാധ്യമ പ്രവർത്തകരോട് മറുപടി പറയുന്നില്ല. ഇത് മറുപടി പറയേണ്ട വ്യക്തി ഗോവിന്ദ മാഷ. എനിക്കെതിരെ ഒരു ആരോപണം ഉയർന്നാൽ, അത്തരത്തിൽ ആരോപണം വന്നാൽ അതിന് വ്യക്തത വരുത്തേണ്ട ഞാനല്ലേ? അത് മാഷ് വ്യക്തത വരുത്താത്തിടത്തോളം കാലം കേരളത്തിലെ മുഴുവൻ ആളുകൾ ഇത് വിശ്വസിക്കും. പാർട്ടി കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ് സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും മാഷിക്ക് കണ്ണൂർ ശത്രു ഉണ്ടെന്ന് അതോട് മനസ്സിലായല്ലോ. അല്ല, ഗോവിന്ദ മാഷ് എങ്ങനെയോ ആരും അറിയാതെ അവിടെ പോയപ്പോൾ അവിടെ ഈ പറയുന്ന നേതാവിൻ്റെ ഏതോ അനുയായി ഇങ്ങനെയുടെ വീട്ടിലുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നമുക്കറിയില്ല ഇതിൻ്റെ കാര്യം. പക്ഷെ നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ വീടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പൂജ പല തവണ ജ്യോതിഷന്മാർ പോവുകയും പൂജ നടത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് തള്ളുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ പാർട്ടി തള്ളി. കാരണം പ്രത്യക്ഷത്തിൽ തെളിവില്ലായിരുന്നു. ഇത് പ്രത്യക്ഷത്തിൽ തെളിവുണ്ട്. പിന്നെ പിണറായി വിജയനും എൻ്റെ ഭാര്യ കമലാ വിജയനും മകൾ വീണ തൈക്കണ്ടിയും കൂടെ ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ശത്രു സംഹാരത്തിന് പേര് കേട്ട ഒരു ക്ഷേത്രത്തിൽ പോവുകയും, അത് ഈ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് അവിടെ പോവുകയും, അവിടെ കേരളത്തിൽ ഇവർക്ക് കഷ്ടകാലമാണെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. കാരണം അവിടെ ആരുണ്ടായിരുന്നു അറിയോ? ഒരു കേരളത്തിലൊരു പ്രമുഖ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇവർ അതോടുകൂടി ഈ ചാനലിൽ, അതായത് ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും എല്ലാ ഓൺലൈൻ ചാനലുകളിൽ ഇത് വരുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക തരം. അപ്പോൾ ശബരിമലയ്ക്ക് ഏതെങ്കിലും പാവപ്പെട്ട സഖാവ് ഒന്ന് മാലയിട്ട് പോയാൽ അയാൾ ആ സ്പോട്ടിൽ പറയും വിശദീകരണം, ആന ചേന എന്ന് പറഞ്ഞ് ആ സമയത്ത് പോകുന്ന നേതാക്കന്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നേതാക്കന്മാരുടെ മക്കളെ കല്യാണത്തിന് മുഹൂർത്തം നോക്കും, അവരുടെ വീടിന് മുഹൂർത്തം നോക്കും. എന്തിന്? AKG സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇപ്പം അടുത്ത് വന്ന വാർത്ത നിതിൻ സൽസോ എനിക്കറിയില്ല. കാരണം AKG സെന്റർ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേക സമയമാണ് എടുത്തത്. ആ സമയം അന്നത്തെ ഏറ്റവും നല്ല സമയമായിരുന്നു ജ്യോതിഷപ്രകാരം. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയോ? അത് എല്ലാവർക്കും ഫ്രീ ഉള്ളൊരു ദിവസം ഞങ്ങൾ കേട്ടതാണ്. കാരണം എല്ലാവർക്കും ഫ്രീ ഉള്ള ദിവസം പറഞ്ഞാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ലീവുള്ള ദിവസം അല്ലേ? ഇത് ലീവ് അല്ലാത്ത ബുധനാഴ്ചയോ അതുപോലെ ഏതോ ഒരു ദിവസമാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് ഒരു കൃത്യമായ സമയവും ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു? ഇവർ ഈ പ്രവേശനം നടത്തുകയും ചെയ്തു. ഈ തരത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും CPM എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമുക്ക് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ഒരു ലോക്കൽ കമ്മിറ്റി അംഗം, നമ്മളൊക്കെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളായിരിക്കും ആ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി വരിക. ലോക്കൽ സെക്രട്ടറി ആ നാട്ടിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായിരിക്കും. അവനൊരു മാലയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയോ ഒരു നേർച്ച നേർന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവനൊരു മാലയിട്ട് ശബരിമലയിൽ പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ലോക്കൽ കമ്മിറ്റി അംഗത്വം ഉണ്ടാകില്ല, അല്ല ലോക്കൽ കമ്മിറ്റി അംഗമല്ല, പാർട്ടി അംഗത്വമല്ല, എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നേതാക്കന്മാർക്ക് ഒരു സിറ്റിങ്ങിന് 10,000 വാങ്ങുന്ന ജ്യോത്സ്യന്മാരെടുത്ത് പോവാം, കേരളത്തിലെ പ്രമുഖ അമ്പലങ്ങളിൽ പോയി പൂജ നടത്താം, കേരളത്തിലെ പ്രമുഖ അമ്പലങ്ങളിലെ പൂജാരിമാരെ വീട്ടിലെത്തിച്ച് പൂജ നടത്താം. ഇതൊന്നും ആരും കാണുന്നില്ല. പക്ഷെ ഇപ്പം കണ്ടകശനി ആയതുകൊണ്ട്
ഒന്നുകിൽ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ, ഇല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ ബന്ധു. ഇവരാരും ഇപ്പൊ മൊബൈൽ വന്നതാണ് വലിയ പ്രശ്നം. ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത് പണ്ടേ CPM പറഞ്ഞു, എന്ത് ഈ പറയുന്ന ഇന്റർനെറ്റ് മൊബൈലും ആപത്തായിരിക്കും എന്ന് പലതവണ പറഞ്ഞപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് മുൻപ് ഇപ്പം വലിയ പ്രശ്നം വന്നത് CCTV-യും മൊബൈൽ ഫോണും CPM-ന് വില്ലനായി മാറാണ്. കാരണം മറ്റൊരു നേതാവിന് ഇത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേതാവിന്റെ അനുയായി അല്ലെങ്കിൽ നേതാവിന്റെ ബന്ധു അവിടെ പോയതുകൊണ്ടാണല്ലോ ഈ വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ ചിത്രം എടുക്കാൻ കഴിഞ്ഞത്. ഒരു നമ്മളെ നാട്ടിലെ പീഡിയക്കോലായിൽ ഇരിക്കുന്ന ഒരു ജോത്സ്യന്റെ അടുത്ത് എന്തായാലും സംസ്ഥാന സെക്രട്ടറി പോയില്ല. ആ പീഡിയക്കോലായി പോയിരുന്ന ജോത്സ്യന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ജോത്സ്യന്റെ അടുത്തേക്ക് നമുക്ക് ആർക്കും കടന്നു പോകാം. ഇത്തരം ഒരു VIP അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഒരു ജോത്സ്യന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ എന്തായാലും ആ സമയത്ത് സാധാരണക്കാരുണ്ടാവില്ലല്ലോ. നിങ്ങളെ എന്നെ ആ വീട്ടിന്റെ റൂമിനകത്തേക്ക് ആ സമയത്ത് അടുപ്പിക്കില്ല എന്നുള്ള കാര്യം ഒരു സംശയമില്ല. അപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാകുക മറ്റൊരു VIP ആയിരിക്കല്ലോ. ഒന്നുകിൽ ഏതൊക്കെ പാർട്ടി നേതാവ് അല്ലെ പാർട്ടി നേതാവിന്റെ ബന്ധു, അല്ലെങ്കിൽ എടുത്തത് ആരാണ് എന്നുള്ളത് അത് വരും ദിവസങ്ങളൊക്കെ വരും. എന്തായാലും മാഷ് അടങ്ങിയിരിക്കില്ല ഇക്കാര്യത്തിൽ. കാരണം എന്തായാലും മാഷ് അപമാനിച്ചതാണ്. ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിലും വലിയൊരു അപമാനം വേറെ. കാരണം കണ്ണൂരിലെ തളിപ്പറമ്പിൽ കണ്ണൂരിലെ സഹാക്കന്മാരെ മുഖത്ത് നോക്കണം. കണ്ണൂരിലെ സഹാക്കന്മാർ മുത്തപ്പന് ഭയങ്കര വിശ്വാസം എല്ലാവർക്കും. പറശ്ശിനിക്കടവ് മുത്തപ്പൻ അത് അവർ വേറെ രൂപത്തിലാണ് പറയുന്നത്. മുത്തപ്പൻ എല്ലാ ജാതി മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. മുത്തപ്പൻ അങ്ങനെ ജാതി മത വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് പോയത് ഗോവിന്ദ മാഷ് സ്വന്തം കാര്യം നോക്കാൻ പോയതാണ്. എന്താ നോക്കിയതാണ് അറിയാനുള്ളത്. അതും വരും ദിവസങ്ങളിൽ തന്നെ നേതാവിനെ കണ്ടെത്തും. കാരണം പാർട്ടിക്ക് മൂന്നാമത് അധികാരത്തിലെത്തുമോ അല്ലെങ്കിൽ പിണറായി വിജയൻ ആരോഗ്യപരമായി മാറിയിരുന്നെങ്കിൽ മാഷക്കൊരു എൻട്രി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം തീർക്കാൻ എവിടെ പൂജ നടത്തണം, ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എന്തായാലും ജോത്സ്യന്റെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടാകുക. CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ടകശേരിയാണ്. മൊബൈൽ ഫോണും CCTV-യും CPM-നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മാഷ് പോയത് എന്തിനാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞാൽ മതി. അതിന് മറുപടി പറയേണ്ടത് MV ഗോവിന്ദനാണ്. പക്ഷേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. വിവാദങ്ങൾ ഇതോടുകൂടി അവസാനിക്കില്ല. സംസ്ഥാന സമിതിയിൽ വരുന്ന ആരോപണങ്ങൾക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിലെ പൊതുജനങ്ങളോടും ഒന്നുമില്ലെങ്കിൽ പൊതുജനത്തോട് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അത് അദ്ദേഹം പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.